ദുകാൻ വ്യവസായിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്നാം പ്രതി കൊച്ചി ഇഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് പ്രതി. മറ്റു പ്രതികളായ ഏജന്റ് വിൽസൺ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടു. തട്ടിപ്പിന്റെ സൂത്രധാരായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തിയ വിജിലൻസ് നിർണായക രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകും. കൊച്ചി ഇ ഡി ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു തട്ടിപ്പിന്റെ ചുരുളഴിയുകയാണ് എന്ന് തന്നെ പറയാം. സംഭവവികാസങ്ങൾ ഇങ്ങനെയാണ്. അതായത് കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ ഒരു കശുവണ്ടി വ്യവസായിക്ക് ഇ ഡിയിൽ നിന്നൊരു സമൻസ് ലഭിക്കുന്നു. അത് കഴിഞ്ഞ വർഷമാണ്. അതിൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ കൃത്രിമമുണ്ട്, രേഖകളുമായി ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു. ഓഫീസിൽ ഹാജരായി കണക്കുകളെല്ലാം സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഈ അടുത്ത ദിവസം കഴിഞ്ഞ 14-ാം തീയതി ഈ ഒരു ഏജൻറ്റ്, വിൽസൺ എന്ന് പറയുന്ന ഒരു ഏജൻറ്റ് ഈ വ്യവസായിയെ സമീപിച്ച് ഈ കേസ് പ്രശ്നമാണ്, ഒത്തുതീർപ്പാക്കാൻ 2 കോടി രൂപ കൈക്കൂലി കൊടുക്കണം ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എന്ന് പറയുന്നു. മാത്രമല്ല 14-ാം തീയതി പുതിയൊരു സമൻസ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. അത് പറഞ്ഞതുപോലെ 14-ാം തീയതി വീണ്ടും ഒരു സമൻസ് ലഭിക്കുന്നു. അതോടുകൂടിയാണ് ഇതിൽ ദുരൂഹത ഈ വ്യവസായി മണത്തത്. അങ്ങനെ അയാൾ വിജിലൻസിനെ സമീപിക്കുന്നു. വിജിലൻസിൽ പരാതി നൽകുന്നു. വിജിലൻസ് നൽകിയ നിർദ്ദേശപ്രകാരം അയാൾ 2 ലക്ഷം രൂപ ഈ വിൽസണ് കൈമാറാൻ എത്തുന്നു. അങ്ങനെ വിൽസണ് ഈ പണം കൈമാറുന്നതിനിടെ വിൽസൺ പിടിയിലാകുന്നു. അങ്ങനെയാണ് ഈ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. ഒപ്പം തന്നെ രാജസ്ഥാൻ സ്വദേശിയായ മറ്റൊരാളും ഈ കേസിൽ പിടിയിലായി. ഒപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ കൊച്ചി സ്വദേശി രഞ്ജിത്തും പിടിയിലായി. ഇവരെല്ലാം ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പുതിയ ചില വിവരങ്ങൾ ലഭിച്ചത്. അതായത് ഈ കൊച്ചി ഇ ഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഈ മൊഴിയായി ലഭിച്ചത്. അതിനെ തുടർന്ന് വിശദമായ പരിശോധനയും ഫോൺ രേഖകളും മറ്റും അന്വേഷണവും മറ്റും കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു തട്ടിപ്പിൻ്റെ പൂർണ്ണരൂപം വിജിലൻസിന് വ്യക്തമായത്. അതിനെ തുടർന്ന് ഈ ശേഖർ കുമാർ എന്ന് പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഏതായാലും അയാളെ ചോദ്യം ചെയ്യാൻ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് ഉടനെ കടക്കും എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സമഗ്ര അന്വേഷണം വേണം എന്നതാണ് വിജിലൻസിൻ്റെ നിലപാട്. അക്കാര്യം വിജിലൻസ് എസ് പി ശശിധരൻ വ്യക്തമാക്കുകയും ചെയ്തു. സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, മറ്റു പല ആംഗിൾ അന്വേഷിക്കാനുണ്ട്, വേറെ ചില എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കുറേ അന്വേഷിക്കാനുണ്ട്. ഞങ്ങൾക്ക് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു അതിൻ്റെ ഒരു കോൺക്രീറ്റ് പിക്ചർ തരാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഏതായാലും കടുത്ത നടപടികളിലേക്ക് വിജിലൻസ് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് രഞ്ജിത്തിൻ്റെ ഓഫീസിലും വീട്ടിലും മറ്റും പരിശോധന നടത്തി അതിൽ ചില നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രേഖകളുടെ വ്യാപ്തി അനുസരിച്ചിരിക്കും വരും ദിവസങ്ങളിൽ തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും 1-ാം പ്രതി ഒഴികെയുള്ള 1-ാം പ്രതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനാണ്. അയാൾ ഒഴികെയുള്ള മുഴുവൻ ആളുകളും 4 ബാക്കി 3 പ്രതികളും ഇപ്പോൾ വിജിലൻസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് അവരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 22 പേരെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ 5 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് വിജിലൻസിൻ്റെ തീരുമാനം. ഏതായാലും കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ സംവിധാനം ഇങ്ങനെ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കുന്നു എന്ന നിർണായകമായ ഞെട്ടിക്കുന്ന വിവരമാണ് ഈ സംഭവത്തോടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ ഏതൊക്കെ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, എങ്ങനെയൊക്കെ പങ്കുണ്ട് എന്നുള്ള വിവരം വരും ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്യും. ശരി, സാലി മുഹമ്മദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.